പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. യേശുവിൽ ഏറ്റവും പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, പ്രഭാതത്തിൽ ഉണർന്ന് ഈ വചനം കേൾക്കുന്ന നിങ്ങളെ കർത്താവ് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ വാഗ്ദത്ത വചനം ജ്ഞാനത്തിൻ്റെ പുസ്തകം 3-ാം അധ്യായം 1-ാം വാക്യം. നീതിമാന്മാരുടെ ആത്മാവ് ദൈവകരങ്ങളിലാണ്, ഒരു ഉപദ്രവവും അവരെ സ്പർശിക്കുകയില്ല. പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, നന്മ ചെയ്യുന്ന നീതിപൂർവം ജീവിക്കുന്ന മക്കളുടെ ആത്മാക്കൾ ദൈവകരങ്ങളാണെന്ന് പറയുമ്പോൾ ഈ ഭൂമിയിലുള്ള ജീവിതത്തിൽ വെച്ചും മരണാനന്തര ജീവിതത്തിലും ദൈവകരങ്ങളിൽ അവർ സുരക്ഷിതമാണെന്നാണ് പറയുന്നത്. ഏതൊരു പീഡകളും അല്ലെങ്കിൽ ഏത് അവസ്ഥയിലൂടെ ആകുമ്പോഴും അവരതൊന്നും സ്പർശിക്കാതെ ദൈവം അവരെ കാത്തു പരിപാലിക്കും. ദൈവത്തിൻ്റെ വചനമാണ്. എന്നാ ചെയ്യണം? നീതിപൂർവമായ ജീവിതം നയിക്കുന്ന വ്യക്തികളാകണം. അപ്പം നമ്മൾ ഇന്ന് ധ്യാനിക്കുന്നു, പ്രാർത്ഥിക്കുന്നു, നീതിപൂർവമായ ജീവിതം നയിക്കാൻ തടസ്സം നിൽക്കുന്ന എൻ്റെ ജീവിതത്തിലെ എല്ലാ ബന്ധനങ്ങളും പാപ സ്വഭാവങ്ങളും മാറ്റണം. നമുക്കിപ്പോൾ പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് ഈ വാഗ്ദത്ത കൂടാരത്തിലേക്ക് നിങ്ങൾ ഇന്ന് സമർപ്പിക്കേണ്ടത്, നീതിപൂർവമായ ജീവിതം നയിക്കുന്ന മക്കൾക്കാണ് ദൈവം ഈ ലോകത്തിൽ വെച്ചും വരും ലോകത്തിൽ വെച്ചും എല്ലാവിധ കഷ്ടപ്പാടുകളിൽ നിന്നും ദുഃഖത്തിൽ നിന്നും സംരക്ഷണം തരുന്നുവെങ്കിൽ നാം പ്രാർത്ഥിക്കേണ്ടത്, വാഗ്ദത്ത കൂടാരത്തിലേക്ക് സമർപ്പിക്കേണ്ടത്, ഏതെല്ലാം തടസ്സങ്ങൾ നീതിപൂർവമായി നയിക്കുവാൻ തടസ്സമായി നിൽക്കുന്ന എൻ്റെ പാപത്തിൻ്റെയോ ബന്ധനത്തിൻ്റെ അവസ്ഥ, അത് ഈ വാഗ്ദത്ത കൂടാരത്തിലേക്ക് സമർപ്പിക്കണം. ഇത് നിങ്ങൾ സമർപ്പിച്ച നിങ്ങളുടെ എല്ലാ നിയോഗങ്ങളും അൾത്താരയിലേക്ക് അച്ഛൻ സമർപ്പിക്കുന്നു. അൾത്താരയിൽ അർപ്പിക്കപ്പെടുന്ന ബലിയുടെ യോഗ്യതയാൽ നാം പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ബന്ധനങ്ങൾ, പാപകരമായ അവസ്ഥകളെല്ലാം മാറ്റപ്പെട്ടുകൊണ്ട് നീതിപൂർവമായ ജീവിതം, നന്മയും ജീവിക്കുന്ന ഒരു വ്യക്തിയായി മാറാൻ സാധിക്കും. അച്ഛൻ ഈശ്വര ആശീർവാദം തരാം. നമ്മുടെ കർത്താവായ ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഒരു നല്ല ദിവസം എല്ലാവർക്കും ആശംസിക്കുന്നു.